ആമ്പിളാരെ പോലെ പാടി കാണിച്ചു വിടാൻ മുച്ചിരി. നിനക്കറിയാം അന്ന് പറ ജോക്കി. ഒന്ന് കണ്ടുപിടിച്ചു. അല്ലല്ല ഞാൻ എന്നാ ഒരു കാര്യം പറയാം. നിങ്ങളെല്ലാം നിങ്ങളുടെ മൊറൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ജോഗിയെ കൊണ്ടൊരു പാട്ട് പാടിക്കും. ജോഗി ഒരു പാട്ട് പാടി. ജോക്കി ഒരു പാട്ട് പാടി. ജോക്കി ഒരു പാട്ട് പാടിട്ട് അണ്ണനാണ് ഇപ്പൊ പാടണ്ടേ. ബോസണ്ണ എനിക്ക് പാടണോ? എനിക്ക് നേരെ പാടിയാ മതി ചേട്ടാ. ഇനി ഞാൻ കൊന്നാലും പാടത്തില്ല. അന്ന അത് ചന്ദ്രു പാടാണ്ടിരിക്കാൻ പറ്റില്ല അറിവല്ലേ. ഞാൻ വേറെ കാര്യം പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം അപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് പറയുവാണേ. അങ്ങനെയാണെങ്കിൽ എടാ ഞങ്ങളുടെ ഈഗോ ക്ലാസ് ഒക്കെ ഞങ്ങൾ പാട്ട് പാടാൻ അറിയാവുന്നവർ തമ്മിൽ തീർത്താ പോരെ. അത് കഴിവില്ലാത്തവന്മാർക്ക് ആ സമയത്ത് മാറിയിരിക്കല്ലേ വേണ്ടത്. മാറിക്കണം ഞങ്ങള് പാട്ട് പാടാൻ അറിയാവുന്നവർ അങ്ങോട്ട് കൊണ്ട് പാടിക്കോളാം. നീ ഒരു പാട്ട് പാടി. ഞാൻ എന്തോ നീ ഒരു പാട്ട് പാടി കേക്കട്ടെ. അല്ല വർഷങ്ങൾക്ക് ശേഷമുള്ള ബോബ് സ്റ്റാറിന്റെ കമ്പാക്ക് ആണ്. ബോബ് സ്റ്റാറിന് ഞാനൊരു ഒരു റാപ്പ് അംശം വേണ്ട. നീ റാപ്പ് പാടിയത് അംശം പാടാം. എടാ സൈലൻസ് റേഡിയോയില് പാടില്ലേ വിട്ടുവിട്ടേക്കുന്നേ. കേക്കോ ആരാടാ? പാതാളം നൂറായാലും നീ എന്നെ വന്ന് കളിച്ചാലും പെണ്ണെന്നെ കടിച്ചാൽ ഞാൻ മുളകായി മാറും. ഇല്ല നീ ഒന്ന് പിടിച്ചാൽ ഞാൻ ഇല്ലാണ്ടാകും. മനസ്സിലെ ഒരു കെട്ടുന്നേരം വരുത്തി അവതാരം മനസ്സിലെ അടുത്തി അവതാരം. എടാ നീ ഒരു മര്യാദക്ക് ഒരു റാപ്പ് പാടിയടാ. ഒരു മര്യാദക്ക് ഒരു റാപ്പ് പഠിക്കപ്പിച്ചടാ. ഏതായാലും മലയാളം റാപ്പ്. മലയാളം ഏതാണ്? എനിക്ക് സത്യം പറയാം ഏതാ നീ നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒരു പാട്ട് പഠിക്കപ്പിച്ചേ. അന്ന് കീച്ചത് അത് കീച്ച് ഏതാടാ? പറ ഏതാന്ന് പറയടാ. നമ്മുടെ നമ്മുടെ പാട്ട് രണ്ടുപേരും പാട്ടാണ് ഇറങ്ങാൻ എന്റെ ബോബിന്റെ ഇറങ്ങാൻ പോകുന്ന ട്രാക്ക് ഞങ്ങളൊരു 2 വരി എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി പാടി പോവുകയാണ്. പാട്ടെഴുതിയതും പാട്ടെഴുതിയതും കമ്പോസ് ചെയ്തതും എല്ലാം ബോബ് സ്റ്റാർ. ആലാപനം ബോബ് സ്റ്റാർ, ഈഗിൾ ഗെയിമിംഗ്. ഫൈനൽ മിക്സ് ആൻഡ് മാസ്റ്റർ ബൈ 68. 68. ബീറ്റ് ഒന്നുമില്ലാത്തോണ്ട് നിങ്ങൾക്ക് അതിൽ ഫലമായിട്ട് തോന്നേ. ഓടി ഓടി എന്റെ കാലുമെല്ലാം തളർന്ന് ചാടി ചാടി എനിക്ക് എന്നെ തന്നെ മടുത്ത്. ഓടി ഓടി എന്റെ കാലുമെല്ലാം തളർന്ന് ചാടി ചാടി എനിക്ക് എന്നെ തന്നെ മടുത്ത്. കള്ളനല്ല കൊള്ളക്കാരനും കൂട്ടിക്കൊടുത്ത തറവാട്ടിയിലെ തമ്പുരാനുമല്ല ഞാൻ. മുന്നിൽ നിന്ന് എന്നെ പിന്നിലോട്ട് വലിച്ചിട്ട് വട്ടം കൂടി നിന്ന് പരസ്പരം പഴിച്ചു.
അണ്ണാ ഇത് എടാ നീ അവിടെ തന്നെ പാടിയല്ലോടാ, അതല്ലടാ കുറച്ചുകൂടെ മറ്റേ പാടായിരുന്നു. നീ എന്താ ഇങ്ങനെ പാടിയത്? എടുപിടി ആയോണ്ടാണ് അണ്ണാ അതൊക്കെ ശരിക്കും ഇത് മതി ബാക്കി ഞങ്ങള് വീറ്റൊക്കെ ഇട്ട് പഠിക്കും വേണ്ടിട്ടോളാം അല്ലേ? കേട്ടതാണ് ഓടി നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ട്രാൻസ്ഫോർമേഷൻ അടിക്കാം. അതെ, ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ട്രാൻസിഷൻ അടിക്കാം. പറഞ്ഞ പാട്ടോ കോലിടർ നിന്റെ അലങ്കൃതം നിർത്തണേ. അപ്പൊ ഒരു പാട്ട് വരട്ടെ. ഉണ്ടാണ്ടക്കെല്ലാരും ഇത്രയും പ്രായമുള്ള ഒരാളാണ് ഈ പാട്ട്. മാമന്റെ തോളിന്റെ മാറില കൈയെടുത്ത് പൊക്കുക അങ്ങോട്ട്. ഇതൊക്കെ നോക്കി എനിക്ക് മനസ്സിലാവണില്ല. എടാ പിന്നെ ഒരു കാര്യം നമുക്ക് ആക്ച്വലി ഇന്ന് 2 റിക്രൂട്ട്മെന്റ് ആണ് പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് എന്ന് പറയണത് കുറച്ച് അതൊരു ഭയങ്കര എന്നുവെച്ചാ എന്താ പറയാ, ഭയങ്കര ഒരു ഇനി ആ സ്ലോട്ട് ഫില്ല് ചെയ്യണം. നമുക്ക് ആ സ്ലോട്ട് ഫില്ല് ചെയ്യുമ്പോ അത്രയും നല്ലൊരാളെ നമുക്ക് കൊണ്ടുവരണം. തൽക്കാലം എല്ലാരും ഞാൻ പറഞ്ഞു പറ്റിച്ചതാണ്. അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് ഇല്ലെന്ന് ഒരു റിക്രൂട്ട്മെന്റേ ഉള്ളൂ. അതും ശരിയാ, അത് വലിയൊരു ശരിയാണല്ലേ. പിന്നെ കളറല്ലേ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞ് എവിടെ എന്തൊക്കെയുണ്ട് അലക്സേ, സുഖമാണോ? ഇവനൊരു പണ്ട് വാസവനെ എനിക്ക് ഇവരുടെ ഒരു ഹിസ്റ്ററി ഉണ്ട് വാസവനെ. കേക്കട്ടെ. നീ ഹെലികോപ്റ്ററിന് താഴെ വരുമ്പോ വീഡിയോ ഉണ്ടാക്കൂടാ? നീയല്ലേ? അപ്പൊ ഞാൻ ഇതൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞ എല്ലാ ഫാൻ പേജുകളാണ്. ഇവനൊന്നും ചെയ്യാറില്ല. എങ്കിൽ മോനെ അലക്സേ, ഇനി നമുക്ക് സീരിയസ് കുറച്ച് കാര്യങ്ങളോട്ട് കിടക്കാം. വളരെ സീരിയസ് ആയിട്ടും ചിന്തിച്ചും ആലോചിച്ചും വേണം ഉത്തരം പറയാൻ. ഓക്കെ അല്ലേ മോനെ അലക്സേ? എല്ലാരോടും പോകുമെന്ന് അതെ, കോമൺ ചോദ്യം. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഈ ഗ്യാങ്ങിന്റെ ഓപ്പോസിറ്റ് നിന്നിരുന്ന സമയത്ത് നിനക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ഒരു പേര്, ഇഷ്ടമല്ലാതെ ഇരുന്ന അല്ലെങ്കിൽ അത്ര വലിയ താല്പര്യം ഇല്ലാതെ ഇരുന്ന ആ ഒരു വ്യക്തിയുടെ പേരും കൂടെ പറഞ്ഞു. ആദ്യം ഇഷ്ടമുള്ള പറഞ്ഞു, പിന്നെ താല്പര്യം ഇല്ലാത്ത പറഞ്ഞു. ഡെസ്ട്രോ വൈ കഴിഞ്ഞ പ്രാവശ്യം രസമായിരുന്നില്ലേ? അത് ടീം ഓടിച്ചിട്ട് പ്രോഡക്ട്സ് അല്ലായിരുന്നു അവന്മാർ അങ്ങനെല്ലാം പറയുള്ളൂ. ഇതെന്തുവാ ഡെസ്ട്രോ ഇഷ്ടപ്പെടാനുള്ള കാരണം? സിറ്റിയിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആണ്. ടിവിയിലുള്ള എല്ലാവരും ബെസ്റ്റ് അല്ലടാ. അപ്പൊ ചന്ദ്രനൊക്കെ എന്താ? അല്ല ഞാൻ ഇല്ലാത്തത് ഇഷ്ടമല്ലായിരുന്ന ആരെയാണ് ഇപ്പുറത്ത് വെളിയിൽ നിന്ന് കണ്ടപ്പോ? അണ്ണന്റെ പേര് പറയുമ്പോ ഓണസൈഡ് പറയണം. ഇത് അങ്ങനെ നിന്നെ ഒന്ന് ജഡ്ജ് ഇല്ല, ധൈര്യമായിട്ട് പറഞ്ഞു. പാപ്പന്റെ പേര് പറയത്രേ. അവന് അവസരം കൊടുറാ പറയാൻ. കണ്ണാപ്പി ഇഷ്ടമല്ലാതെ കാരണം എന്താടാ?
അയ്യോ അങ്ങനെയൊന്നും ഇല്ല. അവന്റെ വാ വലുതാണ്. അലക്സ ഇത് ജഡ്ജ് ഒന്നും ചെയ്തില്ലടാ, തുറന്നു പറഞ്ഞേ. അല്ല ജോക്കി, അയ്യോ അങ്ങനത് ഇല്ലെന്ന് പറഞ്ഞിട്ട് ജോക്കിയല്ല. നമ്മളെ കൊണ്ട് പറ്റില്ലെന്നേ. അതിന് മുകളിൽ എന്ത് ജഡ്ജ് ചെയ്യാൻ നോക്കി? അറിയാം, അവര് പറയാൻ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അവൻ പറയാത്ത പറഞ്ഞ കൂടി പോകുന്നുള്ള പേടിയാണ് അവന്. ഇഷ്ടപ്പെടുവോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, കണ്ണാപ്പി ഇഷ്ടമല്ലെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അവ സത്യസന്ധനാ, അവ ഹോണസ്റ്റി ഉള്ള ഒരുത്തനാ. ബാക്കി എല്ലാം ഇപ്പൊ ഒരുത്തിനോട് കണ്ണാപ്പി ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അവ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൻ കള്ളനാണെന്നാണ് അർത്ഥം. എനിക്കത് സത്യസന്ധത എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ണാപ്പിന് ഇഷ്ടമുള്ള നമ്മുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാർക്ക് മാത്രമാണ്. എനിക്ക് അവനെ കണ്ടൊക്കെ കണ്ടൂടാ. ജോക്കിക്കൊക്കെയാണ് എന്റെ അടുത്ത് പിണങ്ങി വരെ ഇരുന്നിട്ടുണ്ട് അവരെ അടുത്ത്. ആർക്കാണ് ഇഷ്ടം പറഞ്ഞത് നിനക്ക്? ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടാ. എല്ലാ പ്രാവശ്യവും അപ്പാപ്പന് ഈ ചോദ്യം ചോദിക്കുന്നത് വാസുവിനെ വിഷമിപ്പിക്കാനാണ്. വാസുവിനെ എപ്പോഴും പ്രതീക്ഷിക്കും. വാസുവിനെ എപ്പോഴും പ്രതീക്ഷിക്കും. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല ചന്ദ്ര. ഞാൻ ഒരു കാര്യം പറയട്ടെ ചന്ദ്ര, ഞാൻ പറഞ്ഞ കാര്യം കേട്ടോ. ഞാൻ പറഞ്ഞ കേട്ടോ. എന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗാങ്ങിൽ ഇരിക്കുന്ന ഒരാൾക്കും ഇഷ്ടപ്പെടൂല. എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ ടി വിയൊക്കെ അകത്ത് വരണം, മനസ്സിലായോ? അല്ല, ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്ക് ഞാൻ എപ്പോഴും ചൊറിയൻ തന്നെയാണ്. അങ്ങനെ തന്നെ ഞാൻ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ വല്ല പെമ്പിള്ളാരും ആയിരിക്കണം. അതൊരു ഞാൻ വേണ്ട പറഞ്ഞാൽ കൂടി പോകും. വേണ്ട. എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി ചോദിക്കുന്ന ചോദ്യത്തിന്, മനസ്സിലായോ? അപ്പൊ എന്തായാലും അലക്സെ വെൽക്കം ടു ടി വിയെ. പോയാ? ഇല്ല ചോദ്യം കൂടെ ഉണ്ടായിരുന്നു, പിന്നെ അത് വേണ്ട. ചോദിച്ചോ. അല്ല അലക്സേ, വേണ്ട വേണ്ട. അല്ല, അത് കോൺട്രവേഴ്സി ഒന്നുമല്ല. അതൊന്നും ശുദ്ധ ചോദ്യം. വൈ ടി വിയെ പറഞ്ഞോടാ. നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്ന വൈനോ ടി വി. ഇപ്പൊ വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പുറത്തുണ്ട്. അതുകൊണ്ട് വെറുതെ അവനെ ഇതാക്കി നമുക്ക് സംസാരിപ്പിച്ച് വേടാക്കണ്ട. കൊറേ അമ്മമാര് അവന്റെ വായിന് എന്തെങ്കിലും വീഴുന്നു നോക്കി ഇരിപ്പുണ്ട്, മനസ്സിലായ? അതുകൊണ്ട് വേറെ അവൻ അങ്ങനത്തെ ഒന്നത്തെ കാര്യം, ഇവൻ അവിടെ നിൽക്കുമ്പോഴാണെങ്കിലും അങ്ങനെ വലുതായിട്ട് കൊണയ്ക്കാനും സംസാരിക്കാനും അധികം പോവാറില്ല. ഓ ഇല്ല, അയ്യോ അതല്ല പറഞ്ഞ വാസുമോനെ. ആ വീഡിയോ വന്നപ്പോ പാവം എനിക്ക് മെസ്സേജ് പറയാം, അപ്പ ഞാൻ അത് തമ്മിൽ ഒരു ബന്ധവുമില്ല, ഏതോ ഒരു നാറി എഡിറ്റ് ചെയ്ത വീഡിയോ ആണെന്നത്. അലക്സിന് ഒരു ആഗ്രഹം ഉണ്ടാവും. എന്തായിരുന്നു അലക്സ് ഇതിന്റെ ആഗ്രഹം? പറ. TDM കൊണ്ടുവരണോ? ഇപ്പൊ എത്ര മണി വരെ TD ഉള്ളേ? 2 മണിക്ക് വരുന്നെന്ന് പറഞ്ഞിട്ട്. TD കളിക്കാൻ ഇതുള്ളവന്മാര് അങ്ങനെ കളിച്ചാൽ മതി. പിന്നെ വൈകുന്നേരം ഒറ്റ ഒരുത്തല്ല, എല്ലാ അവന്മാരും കുത്തി TDM-നകത്ത് ഇരിക്കുക. അല്ലണ്ണ ലേറ്റ് നൈറ്റ് വെക്കാൻ പറ്റും. സേഫ് സോൺ ആയതിനു ശേഷം ഇതാക്കി കൊടുക്കാം. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് സർവർ റീസ്റ്റാർട്ട് ആകുമ്പോഴാണ് സ്ക്രിപ്റ്റ് മാറി തിരിഞ്ഞും കയറുന്നത്, മനസ്സിലായോ? നമ്മളിപ്പോ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 8 മണി തൊട്ട് രാത്രി 2 മണി വരെ. ആ ഒരു ടൈം പീരീഡില് അവർക്ക് TDM കളിക്കാൻ പറ്റില്ല. അത് കഴിയുമ്പോ അവർക്ക് കളിക്കാൻ പറ്റും. റീസ്റ്റാർട്ട് കഴിഞ്ഞാൽ 8 മണി വരെ അവർക്ക് TDM കളിക്കാം, പക്ഷെ 8 തൊട്ടിട്ട് പറ്റത്തില്ല. അപ്പൊ ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ നിങ്ങളുടെ എല്ലാവരും ഒരു കാര്യം പറയാം. 2 റിക്രൂട്ട്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞത് കള്ളത്തരമല്ല. ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ട് TVയില്, ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ട് TVയില്. പക്ഷെ അത് ഞാൻ ഇന്ന് അനൗൺസ് ചെയ്യാനല്ല, ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സോ ആ റിക്രൂട്ട്മെന്റ് സംതിങ് സ്പെഷ്യൽ ആണ്. വിൽ ബി അനൗൺസ് സൂൺ. ഞാൻ ഉറപ്പായിട്ടും അത് അനൗൺസ് ചെയ്യും. ടൈം ആയിട്ടില്ല, അതിന്റെ ടൈം ആയിട്ടില്ല. അപ്പം അത് ഞാൻ ഉടനെ അനൗൺസ് ചെയ്യും. ഒരു മിനിറ്റ്. അപ്പോൾ അത് ഉടനെ അനൗൺസ് ചെയ്യും. സോ ഇതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ കാര്യം. ഞാൻ ഇത് പെട്ടെന്ന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 2 ദിവസത്തേക്ക് ഞാൻ ആക്റ്റീവ് ആയിരിക്കത്തില്ല. അപ്പം എന്താ ഈ അലക്സിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ അവരെ പുതിയ ഗ്യാങ് തുടങ്ങുവാണ്. അതിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുമോ, അതല്ല നമ്മൾ അങ്ങനെ പോയി വിളിച്ചതൊന്നും അല്ല. സത്യമായിട്ടും എനിക്കങ്ങനെ അതിന്റെ ആവശ്യമില്ല. ഞാനത് എവിടെ വേണേലും പറയാം, എനിക്കതിന്റെ ആവശ്യമില്ല. അങ്ങനെ ചെയ്തൊരു റിക്രൂട്ട്മെന്റ് അല്ല.
ഞാൻ ഇനി കുറച്ച് ദിവസത്തേക്ക് ആർപിയിൽ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് ഞാൻ ഈ പോകുന്നതിന് മുമ്പ് ഈ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്ത് ഇന്ന് അതുപോലെ സ്ലോട്ട് ഇന്ന് മാറ്റിയിടുന്ന ദിവസവും കൂടെ, മനസ്സിലായോ? ഇന്ന് സ്ലോട്ട് മാറ്റിയിടുന്ന ദിവസത്തോടെ ആയതുകൊണ്ട് ഈ പറയണത് പോലെ അവനെ ഇന്ന് കയറ്റി ലിസ്റ്റിലിടാമല്ലോ. അപ്പം പോയിട്ട് ഞാൻ വരുമ്പോഴത്തേക്കിന് ഇവർക്ക് സിറ്റുവേഷൻസ് ഒക്കെ കളിക്കുകയും ചെയ്യാം, എല്ലാം ചെയ്യാം. അതുകൊണ്ടാണ് ഇന്ന് ഈ പറയണത് പോലെ ഇന്ന് തന്നെ അനൗൺസ്മെന്റ് ഇട്ടത്. ഇന്നലെയാണ് ലിറ്ററലി സേതു അലക്സിന്റെ കാര്യം പറഞ്ഞത് എൻ്റെ അടുത്ത്. ഞാൻ അലക്സിനോട് അങ്ങനെ സംസാരിച്ചിട്ട് പോലും ഇല്ല. ന്യൂ ബേബിയാ, ഒരു എണ്ണത്തിനെ വളർത്താൻ പറ്റണില്ല, കിടന്ന് ഓടണവൻ. ന്യൂ ബേബി അവൻ്റെ. അപ്പം അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ സത്യമായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയാം കേസ് ഉണ്ട്. ഞാൻ ടി വിയിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുള്ളതിൽ 2 പേരെന്ന് പറഞ്ഞാൽ ഒന്ന് അസൻഷിയോയും ഒന്ന് ഇപ്പം അലക്സും ആയിരിക്കും. അലക്സിനോട് ഞാൻ സംസാരിച്ചിട്ടില്ല ഇതുവരെ. അസൻഷിയോട് ഞാൻ അപ്പാപ്പനാണ് സംസാരിച്ചതും കാര്യങ്ങളും ഒക്കെ. പറയടാ, ഒരു കാര്യം ചോദിക്കാനാ, ഇന്ന് ഇതുണ്ടാ എന്ത് ഡ്രൈവിംഗ് ഉണ്ടാ? എടാ ഇന്നില്ല, എനിക്ക് രാവിലെ പോകണം. എടാ നിങ്ങൾ കുറച്ചേര് ഫ്രീ ആണെങ്കിലേ നമുക്ക് മറ്റേ ഗെയിം കളിച്ചാലോ കുറച്ചു നേരം? വീസിലോട്ട് ഞാൻ അങ്ങോട്ട് വരാം. അപ്പോ ഇവരുടെ അടുത്ത് ഇന്നലെ സേതു ഇങ്ങനെ വന്നൊരു കാര്യം പറഞ്ഞപ്പോൾ ഗൈസ് ഞാൻ വലുതായിട്ട് അങ്ങനെ ആലോചിക്കുന്നില്ല. കാരണം ഞാൻ എല്ലാ ഗ്യാങ്സിൻ്റെയും PvP കാണാറുള്ളതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം TV എല്ലാ പ്ലേയേഴ്സിനെയും ഞാൻ കൊണ്ടുവന്നതും അങ്ങനെ തന്നെയാണ്. എല്ലാ PvP ഈ സിറ്റിയിൽ മാത്രമല്ല, വെളിയിലത്തെ സിറ്റിയിലും ബാക്കിയുള്ളിടത്തല്ല GTA കമ്മ്യൂണിറ്റിയിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന എല്ലാവരും ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. സോ അപ്പോൾ അലക്സിനെ എനിക്കറിയാം. എനിക്ക് അങ്ങനെ പേഴ്സണലി അവൻ്റെ അടുത്ത് പരിചയമില്ല. ഞാൻ ഇപ്പോഴും അവനോട് അങ്ങനെ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ ഇതെല്ലാം എന്താണെന്നൊന്ന് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ പെട്ടെന്ന് ഈ റിക്രൂട്ട്മെൻറ്റ് ഇട്ടതെന്ന് പറഞ്ഞാൽ ഈ പോകുന്ന സമയത്തും അല്ലെങ്കിൽ സ്ലോട്ടിൽ ഒരാൾ കളിച്ചോട്ടെ എന്നുള്ളൊരു രീതിയിലാണ് പെട്ടെന്ന് ഇതാക്കിയത്. ക്ലൂ കഴിച്ച് ഞാൻ എന്തായാലും അടുത്ത പോയിട്ട് വന്ന ഉടനെ ഞാൻ അടുത്ത ലൈവിൽ പറയാം. ഓക്കെ, അപ്പോൾ അതേ ഉള്ളൂ. നിങ്ങൾ വേറെ അങ്ങനെ ഒരു ഇതായിട്ട് എടുക്കണ്ട. പിന്നെ ഞാൻ ഇപ്പം എനിക്ക് ഗ്യാങ് കുറച്ച് പ്രോപ്പറായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും നാൾ എടാ എലക്സ് ഒരു മിനിറ്റടാ ഇപ്പം ഈ ഗ്യാങ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ഒരു കോമ്പറ്റീഷൻ വേണമെന്ന് തോന്നി തുടങ്ങി കഴിച്ചാൽ. അതെനിക്ക് ഇപ്പോഴല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൊട്ട് എനിക്കത് തോന്നി തുടങ്ങിയതാണ്, കുറച്ച് റിക്രൂട്ട്മെന്റ്സിന് മുന്നോട്ടെ. കാരണം നമ്മൾ എത്രയൊക്കെ കമ്മിറ്റ്മെന്റോടുകൂടി എടുത്താലും ഈ റേഡിയോക്കകത്ത് ആൾക്കാരെ വിളിച്ച് കയറ്റേണ്ട ഒരു അവസ്ഥ. സരക്കല്ല കേസ്, അത് ഞാൻ പറഞ്ഞു ഓൾറെഡി. നിങ്ങളത് വീണ്ടും എന്നെ സ്പാം ചെയ്ത് എന്നെ കൊണ്ട് വെറുതെ ചുമ്മാ ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യിപ്പിക്കാതെ കേസ്. സരക്കിനെ ഞാൻ ഓൾറെഡി ഞങ്ങളുടെ കാര്യം പറഞ്ഞതാണ്. എനിക്കത് ഇനി വീണ്ടും ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്യാനുള്ള താല്പര്യമില്ല. പ്ലീസ് അതൊന്ന് ചാറ്റിൽ നിന്ന് വിട് പ്ലീസ്, ദയവ് ചെയ്ത്. അതല്ല സരക്കല്ല, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് എൻ്റെ കാര്യം. ഹലോ സനിയ പറ. എന്താണ്, തിരക്കാണോ? സനിയ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഞാൻ ഇന്ന് ഇറങ്ങാൻ പോവായിരുന്നു. ഇന്ന് ഞാൻ അധികം നേരം ഇല്ല, ഞാനിപ്പോ ഇറങ്ങുവാ. ആണോ? ഓക്കെ, അപ്പൊ പിന്നെ കാണാം. ഓ പിന്നെ കാണാം. ഞാൻ അത്ര നേരമായിട്ട് വിളിച്ചില്ല, ഇന്നലെയും വിളിച്ചില്ല. ഞാൻ 2 ദിവസമായിട്ട് കുറച്ച് തിരക്കില്ല. ഞാൻ പറഞ്ഞ സനിയ, എനിക്ക് ഈ ഗ്യാങ് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അത് കഴിയുമ്പോൾ മാത്രമേ എനിക്ക് ഫ്രീ ആകുമ്പോൾ പേഴ്സണൽ ടൈം കിട്ടുമ്പോൾ മാത്രമേ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ശരി, ഫുഡ് കഴിച്ചു. ഒരു മിനിറ്റ്. ഹലോ, ഫുഡ് കഴിച്ചായിരുന്നു സനിയ, ഞാൻ അറിയാതെ കൈ തട്ടി കട്ടായി പോയതാ. എന്താ കഴിച്ചേ? ഇടിയപ്പം പൊട്ട റോസ്റ്റും. അതാണ് സ്പെഷ്യൽ ഗാംഗോസിൽ? അതാ ഇന്ന് ഗാംഗോസിൽ അതാ സ്പെഷ്യൽ. ഇന്ന് കുറെ പേര് വന്നായിരുന്നേ, അപ്പൊ അതാണ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പൊ ഞാൻ വിളിക്കാം സാനിയ. ഓക്കെ, വിളിച്ചാൽ കാണാം. അപ്പൊ ഇത്രയാണ് കാര്യം, ഇത്രയാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അപ്പം അത് അങ്ങനെ ദയവേത് അങ്ങനെ കൺസിഡർ ചെയ്തെടുക്കുക. ആൻഡ് എനിക്കറിയാം വിവരമില്ലാത്ത കുറേ എണ്ണം ഇവൻ്റെ ഡിസിഷനെ റെസ്പെക്റ്റ് ചെയ്യാതെ വന്നിരുന്ന് സംസാരിക്കും. ഇനി അവന് നല്ലൊരു സൈബർ ബുള്ളിങ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. സോ അവന് ഞാൻ പറയാം, കളിച്ച ഗ്യാങ്ങിനോട് കമ്മിറ്റ്മെൻറ്റും സ്നേഹവും ഉള്ളതുകൊണ്ടാണ് അവനിവിടെ ഒന്നും മിണ്ടാതിരിക്കുന്നത്. മനസ്സിലായോ? ലൈക്ക് അവന് പറയാനാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും മോശം പറയാനാണെങ്കിൽ അവനറിയാം ഇവിടെ അവന് സപ്പോർട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ബാക്കിയുള്ളത് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം അറിയാം. അവനൊന്നും മിണ്ടാതെ അവൻ അത്രയും റെസ്പെക്റ്റോടു കൂടിയാണ് അവൻ അവിടെ നിന്നതും. അവൻ എന്നോട് പേഴ്സണലി പറഞ്ഞതും അതാണ്. സോ പക്ഷേ ഒരു കൂട്ടം ഇന്ന് അവനെ നല്ലതുപോലെ ഹോണ്ട് ചെയ്യും, അതെനിക്ക് നന്നായിട്ട് അറിയാം. സോ നിങ്ങൾ വേണം, നമ്മുടെ ഓഡിയൻസ് വേണം അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
സോ അവനോട് ഉണ്ടെങ്കിൽ guys, ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, അവനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. നമുക്ക് ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം വിളിച്ച് ലൈവിൽ പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. മറ്റേ ഈ സഹതാപ പരിപാടി കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല. അവൻ ഈ ഗ്യാങ്ങിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവനോട് ഡിസേർവ്ഡ് ആണ്, ആൻഡ് അതിനൊരു റീസണും ഉണ്ട്. അത് അവൻ ലൈവ് വരുമ്പോൾ അവൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയും ഗൈസ്. അപ്പം അവൻ്റെ ലൈവ് നിങ്ങൾ ഒന്ന് പോയി കണ്ട് അവന് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കേൾക്കുക. സോ അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ റിക്രൂട്ട്മെൻറ്റിനെ പറ്റി അത്രേ പറയാനുള്ളൂ. ആൻഡ് നല്ലൊരു പ്രോപ്പർ ലൈനപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കൊരു ലീഡർ എന്നുള്ള രീതിയിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി. ആൻഡ് ഞാനത് കറക്റ്റായിട്ട് ചെയ്ത് കൊണ്ടുപോകണം. ആൻഡ് എനിക്ക് ഇനി അങ്ങോട്ട് ഇപ്പം ഞാൻ മെയിൻലി കുറച്ച് പുതിയ, അതായത് നീല്, അസൻഷ്യോ, ഇവർ 3 പേര്, അലക്സ് 3 പേര്, ഇവരിപ്പോഴും പ്രോപ്പർ, നീലും അസൻഷ്യോയും ഇപ്പോഴും എല്ലാ മെമ്പേഴ്സുമായിട്ടും പ്രോപ്പർ സിങ്കായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഷെയ്ക്കിനോട് ഞാനിത് സംസാരിച്ചിട്ടില്ല ലിറ്ററലി. ഷെയ്ക്കിന്ന് അവൈലബിൾ അല്ലായിരുന്നു. മാക്കാണ് എന്നോട് വിളിച്ച് സംസാരിച്ചത്. മാക്കിനോട് വിളിച്ച് സംസാരിച്ചപ്പം ഞാൻ ഓൾറെഡി മാക്കിനോട് കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണല്ലോ ഓരോരുത്തരുടെ എവിടെ കളിക്കണമെന്ന്. ഞാൻ ടി വി എന്നൊരാൾ നാളെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ടി വിയുടെ മുകളിൽ വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു ഗ്യാങ് വരുവാണെങ്കിൽ അതിനകത്ത് മെമ്പേഴ്സ് ഫീൽ ഫ്രീ ടു ലീവാണ്. ഞാൻ അവിടെ ഇരുന്ന് അപ്പോൾ അപരാധം പറയാൻ പോകത്തില്ല. കാരണം എനിക്ക് വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറയണത് പോലെ പെട്ടെന്ന് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ കാര്യം അവർക്ക് പറയാം. പക്ഷേ എക്സ്ട്രീം ഒരു ഇതായിട്ട് പറയാനില്ല. നീല സെറ്റാണ്, നീല സെറ്റായി വരുന്നുണ്ട്, അവ സെറ്റായി വരുന്നുണ്ട്. ഞാൻ പറയുവാണ്, അതിനുശേഷം വന്ന മെമ്പേഴ്സിനെ എനിക്ക് കുറച്ചും കൂടി എൻ്റെ ബാക്കിയുള്ള മെമ്പേഴ്സായിട്ട് സിങ്ക് ആക്കി കൊണ്ടുവരാൻ ഉള്ളൊരു സമയം വേണം എനിക്ക്. നീല് സെറ്റ് എനിക്കറിയാം, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, നീല് തൊട്ടുള്ള റിക്രൂട്ട്മെന്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാ. ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പോൾ നമുക്ക് സിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റേ പെയിന്റ് അടിക്കുന്ന കളി ഉണ്ടല്ലോ, ഒളിച്ചിരിക്കുന്നത്, നമുക്ക് അത് ഞാൻ കുറച്ച് നേരം കളിക്കാം. ഇപ്പം എത്രയായി? 11:38. ഒരു 12:30 വരെയൊക്കെ മാക്സിമം ഞാൻ ഇരിക്കാം. അതിൽ കൂടുതൽ ഇരിക്കാൻ എനിക്ക് എന്തായാലും പറ്റൂല ഗൈസ്. കാരണം രാവിലെ 6 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂറുണ്ട്, മനസ്സിലായ? അപ്പോൾ എടാ വാ, വെളിയിലോട്ട് വാർച്ചാറ്റിലിട്ടില്ല, വാർച്ചാറ്റിലൊക്കെ ഇട്ടു.